യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, തപസ്സുകാലത്തിലെ ഒന്നാം വെള്ളിയാഴ്ച നമുക്ക് പാപബോധത്തോടും മാനസാന്തരത്തോടും കൂടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാനുള്ള അനുഗ്രഹ ദിനമാക്കി മാറ്റാം. ഈ തപസ്സുകാലത്ത് യേശുവിൻ്റെ ത്യാഗസ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ സ്നേഹം ഒരു ത്യാഗമാണെന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. ഈ ലോകം ശക്തിയെയും മഹത്വത്തെയും തേടുമ്പോൾ യേശു വിനയത്തെയും അനുസരണത്തെയും തിരഞ്ഞെടുക്കുന്നു. യേശു കുരിശിൽ സഹിച്ച വേദന നമ്മുടെ രക്ഷയ്ക്കാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കാതെ നാം പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഉപവാസത്തിന് യാതൊരു അർത്ഥവുമില്ല. ദരിദ്രരോട് കരുണ കാണിക്കാതെ നാം ബലിയർപ്പിച്ചാൽ ദൈവത്തിന് അത് പ്രിയമല്ല. ഈ തപസ്സുകാലം നാം നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരുത്തുന്നത്? നാം കുരിശിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നുണ്ടോ? യേശു നമ്മുടെ രക്ഷയ്ക്കായി തൻ്റെ ജീവൻ സമർപ്പിച്ചത് വെള്ളിയാഴ്ചയാണ്. നമ്മുടെ അഹങ്കാരം നമുക്ക് കുരിശിൽ അടിക്കാം. നമ്മുടെ പാപശീലങ്ങൾ ഉപേക്ഷിക്കാം. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദാനധർമ്മത്തിലും ആയിരിക്കാം. തപസ്സുകാലം ദുഃഖത്തിൻ്റെ കാലമല്ല, അത് പ്രത്യാശയുടെ കാലമാണ്. കുരിശിന് ശേഷം ഉയർപ്പ് ഉണ്ട്. നാം കുരിശിനെ ചേർത്ത് പിടിക്കുമ്പോൾ ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. പരിശുദ്ധ കന്യകാമറിയം കുരിശിൻ കീഴിൽ വിശ്വാസത്തോടെ ഉറച്ചു നിന്നതുപോലെ ഈ തപസ്സുകാലത്ത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ കൂടെയായിരിക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.